പഞ്ചാഗ്നിയിൽ പുതിയ കുറെ പദ്ധതികളൊക്കെ ഒരുങ്ങുകയായിട്ട് നമ്മുടെ കലാവതിയുടെ പ്ലാൻ പോലെ തന്നെ നമ്മുടെ അമൃതയും സഹോദരിമാരും വീണ് ഉടയുന്നു. വീണ്ടും വീണ്ടും എന്താ പറയുക, ബോധമില്ലാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ് നമ്മുടെ പഞ്ചരത്നങ്ങൾ എന്ന് തെളിയിക്കുന്ന കുറച്ച് മുഹൂർത്തങ്ങൾ തന്നെയാണ് നമുക്ക് ഇപ്രാവശ്യത്തെ പ്രൊമോയിലും കാണുവാൻ സാധിക്കുന്നത് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ അമൃതയുടെ ഒരു സ്വർണം 60 പവൻ സ്വർണ്ണമാണ് അവിടെ മേടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ദിവ്യപ്രഭ അതിനെതിരെ എന്തൊക്കെയോ പ്ലാൻ നടത്തുന്നുണ്ട്. പക്ഷേ കലാവതി ഇപ്പുറത്ത് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു. സിസിലിയെ കൊണ്ട് അത് മോഷ്ടിപ്പിച്ചെടുക്കുന്ന കുറച്ച് രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി ഈ പണ്ടം എൻ്റെ കയ്യിലാണെന്ന് നമ്മുടെ കലാവതി പറയുന്ന നിമിഷങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സിസിലി ആണെങ്കിൽ ആ സ്വർണ്ണമൊക്കെ ഇട്ട് നമ്മുടെ കലാവതിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. അതായത് സിസിലി ആ സ്വർണം കട്ടെടുത്ത് കഴിഞ്ഞു അല്ലേ പ്രേക്ഷകർ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ കലാവതി അമൃതയും കൂട്ടി നമ്മുടെ മഹേന്ദ്രൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മഹേന്ദ്രനെ നമ്മുടെ അമൃത താങ്ങി നടത്തുന്നു, പിടിച്ചു നടത്തുന്നു, എണ്ണയിപ്പിക്കുന്നു, ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. ഈ കണ്ട വേണ്ട പ്രപഞ്ചമൊക്കെ അങ്ങനെ നമ്മുടെ എന്താ പറയുക മഹേന്ദ്രനെയും അമൃതയെ അടുപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നമ്മുടെ കലാവതി. അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രൻ വരുന്നുണ്ട്, മാസ്ക് ഒക്കെ വെച്ച് വേറൊരു വേഷത്തിൽ നമ്മുടെ ചന്ദ്രൻ അവിടെ ഹോസ്പിറ്റലിൽ എത്തുന്ന നിമിഷങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി എന്തൊക്കെയാകും നടക്കാൻ പോകുന്നത്? സ്വന്തം അച്ഛന് വിശ്വാസമില്ല. രണ്ടാനമ്മ എന്തു പറയുന്നത്? അത് ഇത്രയും നാളും ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള ഒരു രണ്ടാനമ്മ എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന പഞ്ചരത്നങ്ങൾ എന്തൊരു കഷ്ടമാണല്ലേ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.